നിന്നെപ്പോലെ ഒരുത്തിയെ ഇനി എനിക്ക് ഭാര്യയായി വേണ്ട, ഇഷ്ടമുള്ളതുപോലെ നിനക്ക് ജീവിക്കാം. അയാളുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ കത്തികൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നത് പോലെയായിരുന്നു. അയാൾ മുറിവിട്ടു പോയതും അവൾ തറയിലിരുന്ന് വാവിട്ട് കരഞ്ഞു. ഒരു കുഞ്ഞിനെ പോലെയായിരുന്നു പലപ്പോഴും അവളുടെ പെരുമാറ്റം. മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കണമെന്നോ എങ്ങനെ നടക്കണമെന്നോ ഒന്നും അറിയില്ല. കുട്ടിക്കാലം മുതൽ പറഞ്ഞു വെച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ കല്യാണം നടന്നത്. ഇപ്പോൾ ഒരു കുട്ടിയായി, എന്നിട്ടും അവളുടെ പെരുമാറ്റത്തിന് യാതൊരു മാറ്റവും ഇല്ലെന്ന് കണ്ടാണ് അവൻ പൊട്ടിത്തെറിച്ചത്. അവൾ മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരഞ്ഞു. എടാ, നീ ആ പാവത്തിനെ ഉപേക്ഷിച്ചാൽ ദൈവം പോലും പൊറുക്കില്ല കേട്ടോ. അമ്മ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. എൻ്റെ ദേവു, നീ എന്തിനാ കരയുന്നേ? നിനക്ക് ഞാനില്ലേ? ആരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ. സാരല്ല, പോട്ടെ. നിനക്ക് എന്താ അവരോട് മാന്യമായി സംസാരിച്ചാൽ? ദേവു, നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിന്റെ ഈ കുട്ടിക്കളി നിർത്തണമെന്ന്. ഡി, മോളെവിടെ? നിനക്ക് അവളെ നോക്കാൻ പറ്റാത്തത്ര എന്ത് ജോലിയാ ഇവിടെ ഉള്ളേ? ഓർമ്മകൾ ഒരു വേലിപ്പടർപ്പ് പോലെ അവളിൽ തീർത്തു. മോളെ, നീ വന്ന് വല്ലതും കഴിക്ക്. അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. അമ്മേ, ഏട്ടൻ വല്ലതും കഴിച്ചോ? അവൻ കഴിച്ചോളും, നീ വാ, മോൾക്കും വിശക്കുന്നുണ്ടാകും. എനിക്ക് വേണ്ടമ്മേ. അവൻ പറഞ്ഞതൊന്നും മോള് കാര്യാക്കണ്ട. ദേഷ്യം വരുമ്പോൾ ഓരോന്ന് പറയുന്നതാ, കുറച്ചു കഴിയുമ്പോൾ ശാന്തായിക്കൊള്ളും. അവൾ തറയിൽ മുഖം താഴ്ത്തിയിരുന്നു. കരഞ്ഞു കരഞ്ഞ് മുഖമൊക്കെ നീര് വെച്ചിരിക്കുന്നു. മോള് വാ. അമ്മ കുഞ്ഞിനെയും കൂട്ടി മുറിക്ക് പുറത്തേക്ക് പോയി. രാത്രി ഏറെയായി. ഡാ, നീ പോയി മുറിയിൽ കിടക്ക്. ടിവിയുടെ മുന്നിൽ ചടഞ്ഞിരുന്ന ഹരിയോട് അമ്മ പറഞ്ഞു. അമ്മ പോയതും ഹരികൃഷ്ണന് മുറിയിലേക്ക് പോയി. ലൈറ്റിട്ടു. തലയിണയിൽ മുഖം അമർത്തിപ്പിടിച്ച് കിടക്കുകയായിരുന്നു അവൾ. അവൻ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പുതപ്പും തലയിണയും എടുത്ത് പുറത്തേക്ക് നടന്നു. അത് കണ്ടപ്പോൾ അവളുടെ ചങ്ക് പിടച്ചു. നേരം പുലരുവോളം അവൾ കരഞ്ഞു തീർത്തു. ദിവസങ്ങൾ കഴിഞ്ഞു. അവളെ കാണുന്നത് പോലും ഹരിക്കിഷ്ടമല്ലാതെയായി. ഹരിയേട്ടാ. എന്താ? എന്തിനാ എന്നോടിങ്ങനെ? എനിക്ക് ഹരിയേട്ടനില്ലാതെ പറ്റില്ല. ഞാൻ ഹരിയേട്ടൻ പറയുന്നത് എന്തും അനുസരിക്കാം, പ്ലീസ്. അവൾ കരഞ്ഞുകൊണ്ട് കാൽക്കൽ വീണു. പക്ഷേ അവൻ കാല് പിന്നിലേക്ക് വലിച്ചു. പിറ്റേന്ന് അതിസുന്ദരിയായ ഒരു മോഡേണായ പെൺകുട്ടിയെയും കൂട്ടി അവൻ വീട്ടിലേക്ക് വന്നു. ഹരിയേട്ടാ, ആരാ ഇത്? അത് നീ എന്തിനാ അറിയുന്നേ? ആരാ മോളേത്? അറിയില്ലമ്മേ, ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഡാ, നിൽക്കടാ അവിടെ. ഏതാടി നീ? കാരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തിട്ടാണ് അമ്മ അത് ചോദിച്ചത്. ഡീ, ഭാര്യയും മോളും ഉള്ള ഒരുത്തനെ തന്നെ നിനക്ക് വേണോടി കഴിഞ്ഞാടാൻ? അമ്മേ, ഹരി തടയാൻ ശ്രമിച്ചു. നീ മിണ്ടരുത്. നിനക്കുള്ളത് ഞാൻ തരാം. ഇതെൻ്റെ വീടാ. ഇവിടെ ആര് വരണം പോകണോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്ന്. നീ എവിടെ പോകുന്നു? എനിക്കിനി ഇവളേ ഉള്ളൂ. ഞാൻ സങ്കല്പത്തിൽ കണ്ട അതേ പെണ്ണ്. അമ്മ ഇവളെ അടിച്ചിറക്കിയ സ്ഥിതിക്ക് ഞാനും ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഹരി. വേണ്ടമ്മേ, എന്നെ വിളിക്കണ്ട, ഞാൻ പോകുന്നു. ഹരി, എന്താ നിന്റെ ഉദ്ദേശം? തിരമാലകളെ നോക്കി നിൽക്കുന്ന ഹരിയോട് ഒന്നും മനസ്സിലാവാതെ നിമിഷ ചോദിച്ചു. നീ എന്താ അങ്ങനെ ചോദിച്ചത്? നിന്റെ ഭാര്യയുടെയും മകളുടെയും മുഖത്ത് നോക്കി എങ്ങനെ പറയാൻ കഴിഞ്ഞു നിനക്കവരെ വേണ്ടെന്ന്? പാവം, അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഡേ, നിനക്കറിയാവുന്നതല്ലേ എല്ലാം, എന്നിട്ട് നീയും കൂടി എന്നെ കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്തിയതല്ല ഹരി. അവളെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടിയ നീ ഭാഗ്യവാനാണ്. ആ ഭാഗ്യം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതെ, അവൾ എൻ്റെ ഭാഗ്യമാണ്. പക്ഷേ അവൾ എല്ലാവരുടെയും മുന്നിൽ ഒരു പരിഹാസ പാത്രമാകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരണമെന്നും ഇത് കണ്ടിട്ടെങ്കിലും വാശി തോന്നി എല്ലാവരെയും പോലെ പെരുമാറണമെന്നും ഒക്കെ കരുതിയിട്ടാ ഞാനിങ്ങനെ. എനിക്ക് മനസ്സിലാകും ഹരി. പക്ഷെ നീ ചെയ്യുന്നതൊക്കെ ഒരുപക്ഷെ അവളുടെ നല്ലതിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലെങ്കിലോ? നീ എന്താ പറഞ്ഞു വരുന്നത്? അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ? ആ മനസ്സാകെ തകർന്നിരിക്കുക നിമിഷ. അതേടാ, ഇനി മതി അവളെ വേദനിപ്പിച്ചത്. നീ വീട്ടിലേക്ക് ചെല്ല്, അവളോട് മാപ്പ് പറ. ഹരി ഓടി വീട്ടിലെത്തിയപ്പോൾ ഞരമ്പ് കട്ട് ചെയ്യാൻ ഒരുങ്ങുന്ന ദേവുവിനെയാണ് കണ്ടത്. ദേവു! അവൻ കയ്യിലിരുന്ന ബ്ലേഡ് തട്ടിമാറ്റി അവളെ നെഞ്ചോട് ചേർത്തു. മാപ്പ്, 1000 വട്ടം മാപ്പ്. ജീവിതം ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിണക്കവും അത് കഴിഞ്ഞുള്ളൊരു ഇണക്കവും. പക്ഷെ ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടിയെന്ന് കരുതി ചെയ്യുന്നതൊക്കെ വലിയ ആപത്തിൽ ചെന്ന് അവസാനിക്കാറുണ്ട്. അതുകൊണ്ട് പിണക്കം അതിര് കവിയാതിരിക്കുക. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.